നമസ്കാരം എല്ലാവർക്കും ടിവിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CNC മെഷീൻ്റെ മേക്കിംഗ് പാർട്ട്, ട്രെയിലർ, പിന്നെ വർക്കിംഗ് പാർട്ട്, ഈ 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചെയ്യാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പാർട്ടാണ്. അതായത് നമ്മുടെ CNC മെഷീൻ ആവശ്യമായിട്ടുള്ള കോഡ് എങ്ങനെ ചെയ്യാം, പിന്നെ ജി കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പടം വരയ്ക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ആർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നൊരു കോഡാണ്. ആ ഒരു കോഡ് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ഉള്ളത് ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, പിന്നെ അത് ആ ഒരു ജി കോഡ് എന്ന് പറയുന്ന ആ കോഡ് എങ്ങനെ നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ധരിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 സോഫ്റ്റ്വെയറുകളാണിത്. അതിൻ്റെ അകത്ത് ആർഡിനോ ഉണ്ട്, ഇങ്ക്സ്കേപ്പ് ഉണ്ട്, പിന്നെ ഇങ്ക്സ്കേപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫയലാണിത്. പിന്നെ ഉള്ളത് ഒരെണ്ണം ക്രോം എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആർഡിനോ ആപ്പാണ്. അപ്പോൾ ആർഡിനോ ഇൻസ്റ്റാൾ ചെയ്യാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. അതൊന്ന് വേണ്ടവർക്ക് വായിച്ച് നോക്കാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം ടിക്ഡ് ആണോ എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കുക, ഫയൽ ലൊക്കേഷൻ എവിടെയാണ് സേവ് ആവേണ്ടതെന്ന്. അതിനുശേഷം ഇത് ജസ്റ്റ് നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആവാൻ ഇത്തിരി ടൈം എടുക്കും, ഞാൻ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കുറച്ച് ഡ്രൈവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും, അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇനി ആർഡിനോ ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട് പേജ് വന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഒരു ഇൻ്റർഫേസ്, ടെക്സ്റ്റ് എഡിറ്റർ കണക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് പുതിയതായിട്ട് ഒരെണ്ണത്തിൽ നമ്മുടെ കോഡ്, നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട്, അതിൽ പോയി കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ കാണിക്കും, ഇല്ലെങ്കിൽ ഡൺ കമ്പൈലിംഗ് എന്ന് കാണിക്കും. അതിനുശേഷം അപ്ലോഡിങ് നിൽക്കുക. നമ്മുടെ ആർഡിനോ ബോർഡ് കുത്തി കഴിഞ്ഞിട്ട് അപ്ലോഡിങ് നിൽക്കുക. അപ്പോൾ നമുക്കിവിടെ അപ്ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാ ലാംഗ്വേജ് വേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കും. അത് കൊടുത്തിട്ട് എഗ്രി കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ ചോദിക്കും, അതെല്ലാം ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ ഫയൽ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് അതെവിടെയാണെന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, ഞാനിത് ഓടിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ക്സ്കേപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ചെയ്യുക. അടുത്തത് ഒരു സിപ്പ് ഫയലാണ്. അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ടു ഫയൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് SCR എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ SCRൻ്റെ അകത്തുള്ള എല്ലാ ഫയലും കൂടി കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ ലൊക്കേഷനിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഷെയർ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഷെയറിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ എക്സ്റ്റൻഷൻ്റെ അകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജി കോഡ് ഉണ്ടാക്കൽ നടക്കില്ല. അതിനുശേഷം ഫ്രണ്ട് പേജിൽ പോയി ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആക്കുക. ഇങ്ക്സ്കേപ്പിൻ്റെ അകത്ത് ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി, ഫയൽസിൻ്റെ അകത്ത് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി പോയി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഡയമെൻഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വലുതാക്കാം. ജസ്റ്റ് ഈ ഒരു ബാർ വലുതാക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ ആദ്യം തന്നെ യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ആക്കി. ഇനി വിഡ്ത്തും ഹൈറ്റും ഞാൻ ഒരു 5 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു മെഷീൻ്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ 5 സെൻറ്റിമീറ്റർ ആയിട്ട് സെറ്റാക്കി അത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു പേപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മുടെ ഒരു പടം വലിച്ചിടുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ലോഗോയാണ് വലിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പടം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പടം വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്കെയിൽ ചെയ്യുക. കൺട്രോളിലേക്ക് സ്കെയിൽ ചെയ്യുക. കൺട്രോളിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആ റേഷ്യോയ്ക്ക് വ്യത്യാസം വരില്ല. അപ്പോൾ കൺട്രോളിലേക്ക് തന്നെ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അലൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു 2.5 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുക. 2.5 സെൻറ്റിമീറ്റർ നീളത്തിലും 2.5 സെൻറ്റിമീറ്റർ വീതിയിലും ഈ ഒരു പോർഷനിലായിട്ട് തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഭവം വരയ്ക്കില്ല. ഇതൊരു 4 ക്വാഡ്രൻ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് വച്ചിട്ടുണ്ട് ഈ ഒരു പടം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാത്തിൻ്റെ അകത്ത് ട്രേസ് ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ട്രേസ് ബിറ്റ് മാപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 ഓപ്ഷനാണുള്ളത്: ബ്രൈറ്റ്നസ് കട്ട് ഓഫ്, എഡ്ജ് ഡിറ്റക്ഷൻ, കളർ ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് കട്ട് ഓഫും എഡ്ജ് ഡിറ്റക്ഷനും ഇപ്പോൾ വർക്കാവില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് PNG ഇമേജ് അല്ല, ഒരു കളേർഡ് ഇമേജാണ്. അപ്പോൾ നമ്മൾ കളർ ക്വാണ്ടൈസേഷൻ കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പടം അവിടെ തെളിഞ്ഞു വരും.
അപ്പോൾ ഈ കളർ ക്വാണ്ടൈസേഷൻ്റെ അകത്ത് കളർ നമ്മൾ മാറ്റി നമ്പർ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് മാറ്റി നോക്കുക ഏതാണ് നിങ്ങളുടെ പടത്തിന് കറക്റ്റായിട്ട് വരുന്നതെന്ന്. അതിനുശേഷം അപ്ഡേറ്റ് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പടത്തിൻ്റെ മുകളിലായിട്ട് ഒരു കറുപ്പും വെള്ള ഒരു ഇമേജ് വന്നിട്ടുണ്ടാവും. ആ ഒറിജിനൽ ഇമേജ് നമ്മൾ കൊണ്ടുപോയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി ആ ആദ്യത്തെ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒബ്ജക്റ്റ് പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പോയിൻ്റ് കാണാം. ഇപ്പോൾ ഇങ്ങനെയൊരു ഫോർമാറ്റിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയലിൻ്റെ അകത്ത് സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ നെയിമൊക്കെ കൊടുത്തതിന് ശേഷം മേക്കർ ബോട്ട് യൂണിക്കോൺ gcode-sender എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക സേവ് ആസ് ടൈപ്പിൽ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ എക്സ്റ്റൻഷൻ സേവ് ചെയ്ത് വ്യത്യാസമായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്രോം എക്സ്റ്റൻഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് ആഡ് ടു ക്രോം കൊടുക്കുക. അപ്പോൾ ആഡ് ടു ക്രോം കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ക്രോമിൻ്റെ ഒരു പേജിൽ നമുക്ക് വന്നിട്ടുണ്ട് gcode-sender. പക്ഷേ ഇത് നമുക്ക് ക്രോമിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് ഉണ്ട്, ക്രോമിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഇപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് എടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഷോ ബുക്ക് മാർക്ക് ബാർ എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അൺലോക്ക് ആയിട്ടുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് gcode-sender എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എനേബിളായി. ഇപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മെഷീനിൻ്റെ അകത്തേക്ക് കണക്റ്റ് ആക്കണം. അതിനായിട്ട് ഇതിൻ്റെ അകത്ത് പോർട്ടിൻ്റെ അകത്ത് പോയി നമ്മൾ സെലക്ട് ചെയ്യുക. കോമ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സേവും കണക്റ്റും കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം, ഹൈറ്റും ഡെപ്തും വിഡ്ത്തും ഒക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പയ്യെ മാറ്റി നോക്കുക. അതിനുശേഷം സേവ് കൊടുത്തിട്ട് കണക്റ്റ് കൊടുക്കുക. ഇനി അടുത്തായിട്ട് കൺട്രോൾ പാനലിൽ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ മെഷീൻ കണക്റ്റ് ആയിട്ടിരിക്കുന്നത് കാണാം. ഇനി ലോഡ് ഫയലിൻ്റെ അകത്ത് ഓപ്പൺ ലോക്കൽ ഫയൽ കൊടുത്തതിന് ശേഷം നമ്മളുണ്ടാക്കിയ G-code ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പടം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് സെൻഡ് ടു മെഷീൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഈ ഒരു മെഷീൻ വർക്കാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് റീഡിങ് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കൺട്രോളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ എഴുതി കാണിക്കുന്നത് നമ്മുടെ മെഷീൻ്റെ മോട്ടർ വർക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളൊരു കിൽ സ്വിച്ച് നമുക്കിവിടെ ഒരു അവൈലബിൾ ആണ്, അതായത് സ്റ്റോപ്പ് ബട്ടൺ. അത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ മെഷീൻ നിൽക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഫയൽ ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈം ലിമിറ്റൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു G-code-sender ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഈ ഒരു CNC മെഷീൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതായത് Arduino IDE, Inkscape, പിന്നെ G-code ഫയൽ സെൻറ്റർ, അത് ഗൂഗിളിൻ്റെ അകത്തുള്ളതാണ്. അങ്ങനെ ഈ ഒരു 3 സോഫ്റ്റ്വെയറും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് G-code ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ ഒരു ആർഡിനോയിലേക്ക് എങ്ങനെയാണ് G-code സെൻഡ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ, മെയിനായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ ഇതൊക്കെ ചിലർക്ക് സംശയം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് വി അനിൽ സൈനിങ് ഔട്ട്.